ഷൂട്ടിങ് കഴിഞ്ഞ് ചെക്കൗട്ടാന്ന് പറഞ്ഞിരുന്നു. പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചു പറഞ്ഞില്ല. അങ്ങനെ 3 റൂമാണ് ഇവിടെ എടുത്തിരുന്നത്. ഒരു റൂമിൽ ആള് ചെക്കൗട്ടായി പോയി. 209 നവാസ് താമസിച്ചത്. അപ്പം പുള്ളി ചെക്കൗട്ട് ആകത്തിന്റെ പേരിൽ നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെന്ന് റൂമിൽ നോക്കി കഴിഞ്ഞപ്പോൾ റൂമിൽ നോക്കിയില്ല, ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ റൂം തുറന്നില്ല. അങ്ങനെ റൂം പോയി ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ആള് തറ കിടക്കുമായിരുന്നു. അങ്ങനെ പ്രൊഡക്ഷൻ കൺട്രോൾ അവിടെ വിളിച്ചു പറഞ്ഞ് അവരെത്തി ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആള് ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നീട് അത് സംബന്ധിച്ചത് അറിഞ്ഞില്ല. ഏത് ദിവസം അദ്ദേഹം റൂം എടുത്തത്? 24 തീയതി. വേദന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു. ഹോട്ടലിലെ ജീവനക്കാരും സിനിമയുടെ ആൾക്കാരും കൂടിയാണ് കൊണ്ടത്. ഇന്ന് ചെക്കൗട്ട് ആയിരുന്നല്ലേ? 250. ഇന്ന് ചെക്കൗട്ട് ആയിരുന്നല്ലേ? ചെക്കൗട്ടായിരുന്നു. ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ജീവനുണ്ടായിരുന്നു. ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ ജീവനുണ്ടായിരുന്നു. ഡോറിന്റെ അടുത്തായിരുന്നോ കിടന്നിരുന്നത്? അതായത് ഡോർ തുറന്നു നോക്കിയപ്പോ താഴെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പൊ തന്നെ അവരെ വിളിച്ചറിയിച്ചു. അവര് പെട്ടെന്ന് തന്നെ വന്നു. ഇവിടെ അടുത്തുണ്ടായിരുന്നു അവര് സിനിമക്കാരുണ്ടായിരുന്നു. അവര് പെട്ടെന്ന് വന്നു. നമ്മുടെ സ്റ്റാഫ് എല്ലാവരും കൂടിയാണ് കൊണ്ടുപോയത്. അദ്ദേഹം ഹോട്ടലിലേക്ക് വരുമ്പോ മറ്റാരോഗ്യ പ്രശ്നം ഒരു പ്രശ്നമില്ല. ചെക്കൗട്ട് ചെയ്തിട്ടില്ല ഓൾറെഡി. ചെക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് ഫ്രഷായിട്ട് പോകാനായിട്ടാണ് വന്നത്. കറക്റ്റ് അറിയത്തില്ല. എന്നാലും 5 മണിയോടുകൂടി എത്തിയിട്ടുള്ളതാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് ഇവിടുന്ന് പോകുമ്പം ജീവനക്കാരാണോ പറഞ്ഞത് ജീവനം അത്തരത്തിലായിരുന്നു? ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉണ്ടായിരുന്നു. ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോ നമുക്ക് കൈക്കൊക്കെ അടക്കം ഉണ്ടായിരുന്നു ഓൾറെഡി. എല്ലാം കൈമാറി അവരെല്ലാം റൂമെല്ലാം ചെക്ക് ചെയ്തെല്ലാം ലോക്ക് ചെയ്ത് താക്കോൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. താമസിക്കുന്ന റൂമിന്റെ ഉടമയാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇവിടെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടായിരുന്നു പറയുന്നത്. ഇതിന് തൊട്ടടുത്ത് 1 മിനിറ്റ് ദൂരത്തിലാണ് തൊട്ടടുത്തുള്ള ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ജീവനായിരുന്നാണ് ഹോട്ടലുടമ പറഞ്ഞത്. അല്പം മുമ്പ് അത് ജീവനക്കാരൻ പ്രതികരിച്ചിരുന്നു. അപ്പം ഇതാണ് എന്താണ് റെസിഡൻസി എന്ന ഹോട്ടൽ 280 റൂമിലാണ് നവാസ് താമസിച്ചിരുന്നത്. ഇവിടെ ചെക്കൗട്ടിനായി വരികയും മറ്റൊരു ആഫീസ് കൂടി തൊട്ടടുത്ത റൂമിൽ ചെക്കൗട്ട് പറഞ്ഞിരുന്നത്. അദ്ദേഹം ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നു. പക്ഷെ എന്നിട്ടും സമയം കഴിഞ്ഞിട്ടും നവാസ് റൂം പോയി തുറന്നു നോക്കുമ്പോഴാണ് ഡോറിന്റെ തൊട്ടടുത്ത് യഥാർത്ഥത്തിൽ നവാസ് മരിച്ച് നവാസ് തുടങ്ങി വീഴാറുണ്ട്. അവിടുന്ന് ഹോട്ടൽ ജീവനക്കാരും സിനിമാ പ്രവർത്തകരും ചേർന്നിട്ടാണ് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് 1 മിനിറ്റ് തൊട്ടടുത്തുള്ള ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ജീവനുണ്ടായിരുന്നു എന്ന് ഹോട്ടലുകൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നവാസിന് മൃതദേഹം ഇവിടുന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ രാവിലെ ശേഷം ഇവിടെ നടപടികൾ നടക്കും. ഷൂട്ടിന് വേണ്ടിയിട്ടാണ് നവാസിന്റെ ഷെഡ്യൂൾ പൂർത്തിയായിരുന്നു. ഈ ഗ്യാപ്പാണ് ഷെഡ്യൂൾ ബ്രേക്കാണ്. അതുകൊണ്ട് തന്നെ ചെക്കൗട്ട് ചെയ്ത് പോയി ഫ്രഷായി ചെക്കൗട്ട് ചെയ്യാനുള്ള പദ്ധതിയിലായിരുന്നു നവാസ്. പക്ഷെ അതുകൊണ്ടാണ് വൈകിയതിനെ തുടർന്ന് പോയി നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ കുഴഞ്ഞു വീണ് മരിച്ച് കാണുന്നത്. ഇത് കൊണ്ടുപോകുമ്പോൾ ജീവനുണ്ടായിരുന്നു ഉടൻ ഇപ്പോൾ പറയുന്നു. അതിനുശേഷം തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തുന്നു. പിന്നീട് മരണം സ്ഥിരീകരിക്കുന്നു. നിലവിൽ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് നവാസിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്.